ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് 2006 കെ മധു സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി അഭിനയിച്ച ഈ സിനിമ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ചീറ്റിംഗ് സ്റ്റാറിനെ കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഏത് നിമിഷവും ഒരു ചതി പ്രതീക്ഷിക്കാം. ഈ സിനിമയിലെ നായകന്റെ പേര് തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. പുള്ളിയുടെ പേര് CM ജോർജ് തരിയനാണ്. പക്ഷെ പുള്ളി CM അല്ല, പുള്ളി ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് പുള്ളിനെ എല്ലാവരും ചുരുക്കി GT എന്ന് വിളിക്കും. നമ്മുടെ നായകൻ GT കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി സത്യസന്ധനും കർമ്മധീരനും നല്ലൊരു മനുഷ്യനുമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിയിലെ തിണ്ടികൾക്ക് തന്നെ പുള്ളിനെ ഇഷ്ടമാണ്. നമ്മുടെ GTയുടെ പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട ശത്രുക്കളാണ് ദേവ്ജി, ഷമ്മി തിലകൻ, പിന്നെ കൊല്ലം തുളസി. ശത്രുത വരാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ. കാരണം ഇവര് മൂന്നുപേരും കള്ളന്മാരാണ്. CMന്റെ മേശപ്പുറത്തേക്ക് വിഷയം അഴിമതിയും സ്വജനപക്ഷപാതം. അങ്ങനെ ഇവര് മൂന്നുപേരും കൂടെ ചേർന്ന് നമ്മുടെ GTക്കെതിരെ വലിയൊരു അഴിമതി ആരോപണം ഇറക്കും. GTയെ പോലെ ഒരാളുടെ നേരെ ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോ ജനങ്ങൾ അത് വിശ്വസിക്കും. അഴിമതി ആരോപണം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ GT കേരളത്തിൽ കാല് കുത്തിക്കില്ലെന്ന് നമ്മുടെ ദേവ്ജി ശപഥം ചെയ്യും. മാത്രമല്ല അയാളെ ഈ മണ്ണിൽ കാല് കുത്തിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. അപ്പൊ GT കേരളത്തിൽ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് CM നേരെ GT വിളിച്ചിട്ട് പറയും, മോനെ ഇവിടെ കാല് കുത്തരുത്, മോനെ തമിഴ്നാട്ടിൽ നിന്ന് തൊട്ട് വരെ ടാക്സി പിടിച്ച് വന്നാൽ മതി എന്ന് പറയും. അപ്പൊ GT പറയും, എത്ര പറഞ്ഞിട്ട് കാര്യമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ലാലു ലക്സ് വേറൊരു വഴിയായാലേക്ക് ഒരു പോംവഴിയെ കാണുന്നുള്ളൂ. GTയുടെ അമ്മ എലിസബത്ത് മാമനല്ല, മാമി. ആണുങ്ങളെയാണ് മാമി എന്ന് വിളിക്കുന്നത്, പെണ്ണുങ്ങളും മാമി എന്ന് പറയുന്നത്. അത് എലിസബത്ത് മാമി. നമ്മുടെ എലിസബത്ത് മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി 144P. മാമിയെടുത്ത് ഈ കാര്യം പറയുമ്പോ മാമി മോനെ കാട്ടി വലിയ പടം. ചരക്കല്ല ചേന്നംകുളത്തുകാർക്ക് രാഷ്ട്രീയം അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പോയത് പൊളിറ്റിക്സിലോട്ടാ. പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിക്സ്. നിറയും കേട്ട പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിക്സ് പഠിച്ചു നേടിയ പൊളിറ്റിക്സിലോട്ടാണ് അവൻ ഇറങ്ങിയത്. പൊളിറ്റിക്സ് എന്നെ കൂടെ തെറ്റിക്കാനായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ എതിർപ്പുകളൊന്നും വയ്ക്കാതെ നമ്മുടെ നായകൻ GT കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ GT വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കെ വഴിയിലൊരു അപകടം. നമ്മുടെ GT ഒരു നന്മ മരമല്ലേ, പുള്ളി അപ്പൊ തന്നെ ചാടി ഇറങ്ങി എല്ലാവരെയും സഹായിക്കാൻ നോക്കും. പക്ഷെ ഇതൊക്കെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഈ വീഡിയോസ് കേട്ട ഉടനെ നമ്മുടെ ഗൺമാൻ കണ്ടം വഴി വിടും. എന്നിട്ട് ഈ ആംബുലൻസിലുള്ളവന്മാര് ഫുള്ള് നമ്മുടെ GTയെ വളയും. നിന്ന് കണ്ണും നോക്കാതെ വെടിവെക്കടാ. നിന്നെ കാറിന് പണിക്കെടുത്തത് 100% ഞാൻ പറയാം ഉമ്മാരെയൊക്കെ വിട്ടത് ദേവ്ജിയാണ്. കാരണം ഇത്രയും ലോക തോൽവിയായിട്ടുള്ളവന്മാരെ ഹയർ ചെയ്യാൻ പറ്റിയ ഒരാള് കേരളത്തിലുള്ളൂ. പുള്ളി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. വെടിവെക്കുന്നവനാണെങ്കിൽ കൊള്ളത്തുമില്ല, അല്ലാത്തവന്മാര് വെടിവെക്കത്തുമില്ല. നല്ല ടീം. നമ്മുടെ GTക്ക് ഒരു ആത്മാർത്ഥ കൂട്ടുകാരുണ്ട്, ഫറൂഖ് ഷാ. പ്രതിപക്ഷമെന്നല്ല ഒരു ശക്തിയെയും നിങ്ങളെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്തൊരു ആത്മാർത്ഥതയെ സ്നേഹം. ഈ ആത്മാർത്ഥതയെ സ്നേഹം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി GTയുടെ മുതുകി ഇവൻ കത്തിസ്റ്റാൻഡ് ആക്കും. നമ്മുടെ ദേവ്ജിയും കൂട്ടുകാരി എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അത് മൂഞ്ചെന്ന് അറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ അഴിമതി ആരോപണവും മൂഞ്ചും. അഴിമതി ആരോപണം മൂഞ്ചതുകൊണ്ട് തന്നെ നമ്മുടെ ദേവ്ജി അടുത്ത ഐഡിയ ആയിട്ട് വരും, മിഷൻ നീലക്കുയിൽ. നമ്മുടെ ദേവ്ജി കുറച്ച് കാശും കൊടുത്ത് നമ്മുടെ നീലക്കുയിൽ ക്യാമറമാനെ GTയുടെ പുറകെ വിടും. നീലക്കുയിൽ ക്യാമറമാനെ അറിയാലോ, അവന് ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയണം. എന്നിട്ട് നമ്മുടെ നീലക്കുയില് നമ്മുടെ GTയുടെയും രേണുകാമേനയുടെയും വീഡിയോ മോർഫ് ചെയ്തൊരു കുൽസിത വീഡിയോ ഇറക്കും. വ്യവസായ വകുപ്പ് മന്ത്രി CM ജോർജ് തരിയനും ഡൽഹി മലയാളിയായ പെൺകുട്ടിയെ ഒരുമിച്ചുള്ള കിടപ്പരങ്ങങ്ങൾ ഇന്റർനെറ്റിലൂടെ ഒരു സ്വകാര്യ വാർത്താ ഏജൻസി പുറത്തുവിട്ടു. എന്തിനെഡിറ്റേ? ഏത് വർഷം? 2006 ഇത്ര വലിയ എഡിറ്റിംഗ് ആണ്. അപ്പൊ നീലക്കുയില് ഭയങ്കര കഴിവുള്ള ഒരുത്തരാണല്ലോ. മീൻസ് ഓൾറെഡി എന്റെയൊക്കെ ഈ മോർഫിംഗ് വന്നിട്ടുള്ളതാണ്, അത് നമുക്കറിയാം. അത് മോർഫിംഗ് ആയിരുന്നുള്ളത് അറിയാം. ഈ പറഞ്ഞതിനോട് 100% ഞാനിപ്പോ യോജിക്കും. നമ്മുടെ നാട്ടിലെ പരിപാടി അറിയാം. അഴിമതി ആരോപണം വന്നാലും വേറെ എന്ത് ആരോപണം വന്നാലും നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി രാജിവെക്കണം. പക്ഷെ പെണ്ണേഴ്സ് വന്ന അപ്പൊ തന്നെ രാജിവെക്കും. അതാണ് നമ്മുടെ GT വളരെ മാന്യമായിട്ട് രാജിവെച്ചിറങ്ങിപ്പോ. അങ്ങനെ ദേവ്ജി ഇട്ട ഒരു പ്ലാൻ ഞാൻ വിജയിച്ചു കണ്ടു. ദേവ്ജി എന്നോട് സത്യം പറ, ഇത് ദേവ്ജിയുടെ പ്ലാൻ തന്നെയാണോ അതെ വേറെ ആരെങ്കിലും ഇട്ടതാണോ? വിജയിച്ചോണ്ട് ചോദിച്ചാ സാധാരണ മൂഞ്ചാറാണല്ലോ പതിവ്. അങ്ങനെ ആകെ മൂഞ്ചി തെറ്റി നമ്മുടെ GT മനോജ് KJ ഒരു ടാസ്ക് കൊടുക്കും. ആ തെണ്ടി നീലക്കുയിൽ ക്യാമറമാനെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചോണ്ട് വന്നു. മനോജ് KJ ഉടൻ തന്നെ നമ്മുടെ നീലക്കുയിലിനെ കണ്ടുപിടിക്കും.
ഇടിച്ച് റൊട്ടിയാക്കി നേരെ ജീറ്റി എടുത്തുകൊണ്ട് വരും. GT സാറിനെ പോലെ ഒരാളെ പറ്റി ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എനിക്ക് ദുഃഖമുണ്ട്. എന്ത് തള്ളാടാ നടന്നത്? ഇതാണോ നിങ്ങളുടെ നാട്ടില് വിഷമം? ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ മൂടാവണേന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നീലക്കുയിൽ ഒരു ഫോൺ വരും. GT അപ്പൊ തന്നെ ഫോൺ എടുത്ത് നോക്കും. ഫോൺ എടുത്ത് നോക്കുമ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫറൂഖ് ഷാ GTയുടെ മുതുക് കത്തിസ്റ്റാൻഡ് ആക്കും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം. അവന്റെ ഒരു ആത്മാർത്ഥ സ്നേഹം കണ്ടപ്പോഴേ എനിക്കറിയാം അവൻ മുതുകത്തിൽ കത്തി കയറ്റു. എന്നിട്ട് GT ചോദിക്കും, എന്തിനാടാ നീ എന്നെ ചോദിച്ചത്? അപ്പൊ ഫറൂഖ് ഷാ പറയും, ജസ്റ്റ് ഫോർ എ ചേഞ്ച്, ഒരു ട്വിസ്റ്റ് വേണ്ടേ? നീ ഇരുന്ന കസേരയാണ് അതിനുവേണ്ടി പൊയ്ക്കഴിഞ്ഞു നിയുക്ത വ്യവസായ വകുപ്പ് മന്ത്രി ഫറൂഖ് ഷായുടെ പ്രപ്പോസൽ. അങ്ങനെ GT രാജിവെച്ചോടെ നമ്മളെ ഫറൂഖ് ഷാ കയറി ഫിനാൻസ് മിനിസ്റ്റർ ആവും. അങ്ങനെ GT ആകെ മൂജിത്തൊലിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ GT ഒരു പുതിയ ചാനൽ തുടങ്ങും. ചാനൽ ടി. എന്തു വാടേ ഇത്? ഒരു ചാനൽ തുടങ്ങി വിടാൻ പറ്റിയ മ്യൂസിക്കാണ് ഇത് സർക്കസിൽ ആന സൈക്കിൾ ഓട്ടുമ്പോഴുള്ള മ്യൂസിക്കാണ്. ആരുടെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ? ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ഒരു തെറ്റുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ ഈ മ്യൂസിക് കേട്ടു നോക്ക്. ഇത് സർക്കസിൽ ആന സൈക്കിൾ ഓട്ടുമ്പോഴുള്ള മ്യൂസിക് അല്ല. നമ്മുടെയൊക്കെ നാട്ടില് പുതിയ ചാനൽ തുടങ്ങി എന്താ സാധാരണ ചെയ്യാറ്? ഒളിക്യാമറ വയ്ക്കും. GTയും അത് തന്നെ ചെയ്യും, ഒളിക്യാമറ വയ്ക്കും. ചാനൽ ലീയുടെ ഫസ്റ്റ് പണി തന്നെ നമ്മുടെ കൊല്ലം തുളസി കിട്ടാണ്. എന്നിട്ട് ഒരാളുടെ കയ്യിൽ കുറച്ച് കാശും കൊടുത്ത് ബട്ടൺ ക്യാമറയും വെച്ചിട്ട് നേരെ കൊല്ലം തുളസിയുടെ വീട്ടിലേക്ക് വിടും. നമ്മുടെ ചാനൽ ഡിയുടെ ബട്ടൺ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബട്ടൺ ക്യാമറ ധരിച്ച ആളെയും ഈ ക്യാമറയിൽ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മന്ത്രി ജോണി സേവർ കൈക്കൂലി വാങ്ങുന്ന ഈ ദൃശ്യം കേളപ്പേട്ടന്റെ ഷട്ടിൽ ബട്ടന്റെ രൂപത്തിൽ ഘടിപ്പിച്ച ഈ ക്യാമറയിലൂടെ പകർത്തിയതാണ്. ഇതുപോലത്തെ ബട്ടൺ ക്യാമറ റിപ്പോർട്ടർ ചാനലിന് പോലും ഇല്ല. അടുത്തത് GT നമ്മുടെ മൂനിപ്പള്ളിയുടെ ശുഭയാത്ര റിലീസാകും. ശുഭയാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടു തന്നെ അനുഭവിക്കണതൊക്കെ. ഊഞ്ഞാലാടാനും അറിയാം. ആറട്ടപ്പനെ ആറട്ടെ, രണ്ടുപേർക്കും ശുഭയാത്ര നേരുന്നു. അടുത്തത് ദേവ്ജിക്ക് എങ്ങനെ പണി കൊടുക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ ഡിയിലേക്ക് ഒരു പോലീസുകാരെ വിളിച്ചിട്ട് പറയും, ദേവ്ജി ഒരു ശുഭയാത്ര നടത്തുന്നുണ്ട് ഒരു ഹോട്ടലിൽ വെച്ച്, ഇപ്പൊ തന്നെ പിടിക്കാന്ന് പറയും. അങ്ങനെ നമ്മുടെ ദേവ്ജിയുടെ ശുഭയാത്രയും തേടി അവരവിടെ ചെല്ലുമ്പോഴത്തേക്ക് ദേവ്ജി അവിടെ പോലീസുകാരെ മൂജിക്കും. ഇതൊക്കെ ദേവ്ജിയുടെ പ്ലാനാണ്. എന്റെ ഭാര്യ മിസസ് അനുരാധ രാജൻ നാടാർ. എന്താ ചേട്ടാ ഇത്? ഇതല്ലേ പോലീസ് റെയ്ഡ്. അങ്ങനെ നമ്മുടെ ദേവ്ജി നവ്യനാര അനശ്വാസത്തിന് അറസ്റ്റ് ചെയ്യിപ്പിക്കും. 1 മിനിറ്റ്. ഇപ്പോഴാ പിടികിട്ടിയത്. അത് ആ മുറി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദേവ്ജി ബുദ്ധിപരമായിട്ട് ഒരു കാര്യം ചെയ്ത് വിജയിക്കണത് ഞാനൊരു സിനിമയിൽ കാണുന്നത്. അങ്ങനെ എന്റെ ജീവിതം ധന്യം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ മൂവ്മെന്റ് എത്തി. നമ്മുടെ ചീറ്റിംഗ് സ്റ്റാർ ചതിക്കണ മൂവ്മെന്റ്. ജോർജ് തരിയന്റെ പഴയ ഒരു നിഴലാവുമ്പോ കാര്യങ്ങൾ വളരെ തന്റെ പഴയ ഗൺമാൻ അഷറഫ് എല്ലാവരും വന്ന് മുതുകിൽ കുത്തിയിട്ട് പുള്ളിയുടെ മുതുക് എന്താടേ കത്തിസ്റ്റാൻഡാ. പുള്ളി ഒരു മനുഷ്യനല്ലേ, ഗ്യാപ്പ് കൂറേ. പിന്നെ അങ്ങോട്ട് ഫറൂഖ് ഷായ്ക്ക് പേളത്. ആദ്യം പോയി നമ്മുടെ GTയുടെ ശിങ്കിടി അരുൺകുമാറിനെ വെടിവെച്ച് കൊല്ലും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി അമ്മച്ചീനെ കൊല്ലും. ഇവിടെ തനിക്ക് എന്തോ വയ്യേ, താൻ എന്തിനൊക്കെ ചെയ്യണത്? താൻ എന്തിനാ ഇവരൊക്കെ കൊല്ലുന്നത്? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അങ്ങനെ ഇത്രയും കൊലപാതകങ്ങളൊക്കെ ചെയ്ത നമ്മുടെ ഫറൂഖ് ഷാനെ പോലീസ് വലവീശി തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നട്ടുച്ചയ്ക്ക് ഒരു പട്ടാപ്പകല് ദേവ്ജിനെ കാണാൻ വേണ്ടി ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഫറൂഖ് ഷാ വരും. അപ്പൊ പോലീസ് ഇനി പുല്ലുവിലല്ലോ കൊടുക്കണത്, പുല്ലുവില. അതിന്റെ ഇടയിലേക്ക് നമ്മുടെ GT കയറി വരും. ദേവ്ജിയുടെയും ഫറൂഖ് ഷായുടെയും മീറ്റിംഗ് പ്ലേസ് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ചീറ്റിംഗ് സ്റ്റാർ ആണ്. അങ്ങനെ ചീറ്റിംഗ് സ്റ്റാർ ഒരു സിനിമയിൽ തന്നെ 2 ചതി. ഫറൂഖ് ഷാ അപ്പൊ തന്നെ തോക്കെടുക്കും. എന്നിട്ട് GTനെ നോക്കി 4 പഞ്ച് ഡയലോഗ് പറയും. പഞ്ച് ഡയലോഗ് കഴിഞ്ഞിട്ടാണ് പുള്ളി ശ്രദ്ധിക്കുന്നത് ഇവിടെ മൊത്തം ക്യാമറയാണ്. എന്തുവാണ് ഇത്? എന്റെ കണ്ണിൽ എന്താ കുരു? ഇത്രയും ക്യാമറ ചുറ്റി നിന്നിട്ട് നീ കണ്ടില്ല? അത് ഈ പകൽ വെളിച്ചത്ത്. അങ്ങനെ അവസാനം നമ്മുടെ GT ഫറൂഖ് ഷായെ വെടിവെച്ച് കൊല്ലും. അപ്പൊ പടം തീരും. കഴിഞ്ഞിട്ടില്ല, കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.